ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. 4 of Cups, Three of Swords, Devil, Ace of Wands, Ten of Pentacles. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ആദ്യം ഒരു 4 of Cupsന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ ഓർത്ത വ്യക്തി ആരാണോ ഇവർ നിങ്ങളെ കുറച്ച് കൂടുതലായിട്ട് വിഷമിപ്പിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം സംഭവിച്ചു, അതായത് നിങ്ങൾക്ക് എന്തോ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ വളരെയധികം മാനസികമായി തകർത്ത ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഇപ്പോഴത്തെ അവരുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നുമുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണ്, അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏത് രീതിയിലുള്ള വേദനയാണോ അനുഭവിക്കുന്നത് അതേ വേദന തന്നെ ആ ഒരു വ്യക്തിയും അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും മറ്റെന്തൊക്കെയോ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നേരെ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നാൽ പോലും അവർ അത് ഈ ഒരു സമയത്ത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ആ ഒരു എനർജിയിലാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നാലും അവർക്കത് വേണ്ട, ഇനി അത് സ്വീകരിക്കേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഡബിൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിൽ പോയിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഒട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു കാര്യത്തിൽ ഇവർ ഏർപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി ആ ഒരു കാര്യം ചെയ്തതിനെ കുറിച്ചോർത്ത് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു കുറ്റബോധം അവർക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഏസ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങളും വേണ്ട, ഇനി നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കേണ്ട, നിങ്ങൾക്കൊത്ത് ഒരു പുതിയ തുടക്കം വേണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്കിപ്പോഴും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു പേടി അതല്ലെങ്കിൽ നിങ്ങൾ ഇനി ഏത് രീതിയിൽ അവരെ കാണും എന്നുള്ള രീതിയിലുള്ള ചിന്തയായിരിക്കാം. അപ്പോൾ കുറച്ചൊന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ മനസ്സിൽ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ക്ഷമ ചോദിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്കൊത്ത് ഒരു പുതിയ തുടക്കം വേണം, ഈ രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു 10 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് കാണിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി ലൈഫൊക്കെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങളോടൊത്ത് വേണം, സമാധാനപൂർണ്ണമായൊരു ജീവിതം വേണം, ഇനി ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങളും വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളായിരുന്നു ഏറ്റവും വിലയുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത്. മുൻപ് അവർ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ മാത്രമാണ് നിങ്ങളുടെ വില ഇവർ മനസ്സിലാക്കിയതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവർ വളരെയധികം ഒരു വേദനയിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് അവർ ചെയ്ത ഒരു പ്രവൃത്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ അതേ വേദന അവരും ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നു. അവർ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. കൂടാതെ നിങ്ങളുമൊത്ത് പുതിയൊരു തുടക്കം വേണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആ ഒരു വ്യക്തി കുടുങ്ങിപ്പോയ ഒരവസ്ഥ, കുടുങ്ങിപ്പോയത് എന്നതിലുപരി
അവർ ഒരു ചലനമില്ലാത്ത ഒരവസ്ഥ, അവരുടെ മനസ്സിന് ഒരു ചലനമില്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി നിങ്ങളുമൊത്തൊരു നല്ലൊരു ലൈഫ് വേണം, മുന്നോട്ട് നല്ല രീതിയിൽ നിങ്ങളുമൊത്ത് പോകണം, ഒരു സമാധാനപൂർണ്ണമായ ജീവിതം വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.